ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിലെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമിക അച്ഛനെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട്. അച്ഛൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ തൊണ്ടയ്ക്കകം എന്തോ ചുമയ്ക്കുകയോ തുമ്മുകയോ എന്തോ ചെയ്തപ്പോൾ മുറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയാണ് ഈ മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നതെന്നാണ് പറയുന്നത്. എന്തൊക്കെ തന്നെയായാലും നമുക്കൊന്ന് ആശുപത്രിയിൽ കാണിക്കാം എന്നും പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് ടെസ്റ്റിനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലഡിൻ്റെ റിസൾട്ട് വരുമ്പോൾ തന്നെ അകത്ത് സിസ്റ്റർ വിളിക്കുന്നുണ്ട്. ഭൂമിജ ആരാണ്, ബൈസ്റ്റാൻഡർ മാത്രം അകത്തേക്ക് വന്നാൽ മതി എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അച്ഛൻ അവിടെ ഇരിക്കുകയാണ്. അകത്ത് കയറുന്നു വരുമ്പോൾ തന്നെ ഡോക്ടർ പറയണം ടെസ്റ്റിൻ്റെ ആ ഒരു റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്, കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്താ ഡോക്ടർ? അച്ഛൻ്റെ അസുഖം എന്ന് പറയുന്നത് ബ്രെയിൻ ട്യൂമറാണ്. എന്താ ഡോക്ടർ പറയുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭൂമിജ ആകെ ടെൻഷനും വിഷമത്തിലും ആണ് കേട്ടോ. പെട്ടെന്ന് ആ കസേരന്ന് ചാടി എണീറ്റ് ഒന്ന് അങ്ങോട്ട് മാറി നിന്ന് പൊട്ടി പൊട്ടി കരയാണ്. അത് കഴിഞ്ഞ് വീണ്ടും കണ്ണ് തുടച്ചിട്ട് അടുത്തേക്ക് വരാണ് ഡോക്ടറിൻ്റെ അടുത്ത്. എന്നിട്ട് ചോദിക്കുകയാണ്, ഡോക്ടർ എന്താ ഒന്നും കൂടെ പറയൂ. അല്ല, അച്ഛന് അസുഖം എന്ന് പറയുന്നത് ബ്രെയിൻ ട്യൂമറാണ്. അതും തലയുടെ ഒരു പ്രത്യേക ഭാഗത്താണ്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളും, നാഡീവ്യവസ്ഥയാണെങ്കിലും ഹാർട്ട്, പിന്നെ കരൾ, അങ്ങനെയുള്ള മെയിൻ ഫങ്ഷൻസ് ചെയ്യുന്ന ഒരു ഏരിയയിലാണ് ഇങ്ങനൊരു സംഭവം വന്നിരിക്കുന്നത്. ഇത് ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നേരെ ആക്കണമെങ്കിൽ തന്നെ വലിയൊരു റിസ്ക്കുള്ള ജോലി തന്നെയാണ്. അതുമാത്രമല്ല ആളിൻ്റെ ജീവനും വലിയ ബുദ്ധിമുട്ടാണ് കിട്ടുമെന്നുള്ളത്. ഒരുപാട് ചിലവുമുണ്ട്. ഡോക്ടർ എന്താ ഇനിയിപ്പോൾ ചെയ്യുക എന്ന് ചോദിക്കട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഒരു 10-14 ലക്ഷം രൂപയ്ക്ക് അകത്ത് വരും. എന്നാൽ വല്ല ഗവൺമെൻറ് ആശുപത്രിയിലാണ് നിങ്ങൾ കൊണ്ടുപോകണമെങ്കിലും ഇതിൻ്റെ പകുതിയോളം ആവും. പോരാഞ്ഞിട്ട് ഇത് അവിടെ അവർ പെട്ടെന്നൊന്നും ചെയ്യത്തുമില്ല. നമ്മൾ പ്രൈവറ്റ് ആകുമ്പോൾ പെട്ടെന്ന് ചെയ്യുകയും ചെയ്യുമല്ലോ ഓപ്പറേഷൻ. പക്ഷേ ഇത്രയും രൂപ എങ്ങനെയാണ് ഭൂമിജ ഉണ്ടാക്കുക? 14 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ, ഒരു മിനിറ്റ് ഡോക്ടർ ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് ഒന്ന് പുറത്തേക്ക് പോകാനുണ്ട്. എന്നിട്ട് അച്ഛനോട് ഇത് എങ്ങനെയാണ് പറയുക, ഒരു ഇതുമില്ല. മാറി നിന്നിട്ട് ജസ്റ്റ് ഒന്ന് മൊബൈലിലൊക്കെ അടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ ഈ രോഗത്തിൻ്റെ പേരും ഇതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലുള്ള രോഗം പല പ്രശസ്തർക്കും വന്നിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ചില ആൾക്കാരൊക്കെ മെൻ്റൽ സ്ട്രെങ്ത് കൊണ്ട് അത് മാറ്റിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരെ ഡോക്ടറോട് വന്നിട്ട് ഭൂമിജ പറയുകയാണ്, ഡോക്ടറെ ഇത് ചികിത്സയില്ലാതെ മെൻ്റൽ സ്ട്രെങ്ത് കൊണ്ട് പലരും മാറ്റിയിട്ടുള്ളതായിട്ട് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ അച്ഛനെ ഒന്ന് പ്രാപ്തനാക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കാം കേട്ടോ. 100% പ്രാപ്തനാക്കാനൊന്നും പറ്റത്തില്ല, നമുക്ക് ശ്രമിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഡോക്ടർ എനിക്കൊരു ഉപകാരം ചെയ്യണം, വേറൊന്നുമില്ല. അച്ഛനോട് ഈ രോഗമാണെന്ന് മാത്രം പറഞ്ഞേക്കരുത്. ഭൂമിജ അത് വേണ്ട, അച്ഛന് മനോധൈര്യമാണ് ഇപ്പോൾ വേണ്ടത്. അപ്പോൾ ഇങ്ങനെ രോഗമുണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ തളർന്നു പോകും. അതിനേക്കാളും ഇങ്ങനൊരു രോഗമേ ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞേക്കണം. അങ്ങനെയെങ്കിലും അച്ഛൻ കുറേ കാലം നല്ല ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കട്ടെ. കുറേ കാലം ജീവിക്കാൻ പറ്റും അങ്ങനെയുള്ളവർക്ക്. ശരി, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. ഭൂമിജ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, എന്താ മോളെ അസുഖം? എനിക്ക് ജലദോഷം പോലെ എന്തോ അല്ലേ, മൂക്കിൽ നിന്നും തൊണ്ട മുറിഞ്ഞതിൻ്റെ അല്ലേ ബ്ലഡ് വന്ന്? അതെ അച്ഛ, അതെ. അച്ഛനെ ഡോക്ടർ വിളിക്കുന്നു. അങ്ങനെ അകത്തേക്ക് ചെന്ന ഉടനെ ഡോക്ടർ പറയാം, നിങ്ങൾക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, പേടിക്കണ്ട, തൊണ്ട മുറിഞ്ഞതിൻ്റെ തന്നെയാണ്. പിന്നെ മരുന്നൊക്കെ ഞാൻ കുറിച്ച് തന്നിട്ടുണ്ട്. എന്തെങ്കിലും അസ്വസ്ഥത വന്നാൽ അപ്പം തന്നെ ആശുപത്രിയിൽ എത്തിക്കോളണം എന്ന് പറഞ്ഞു വിടുക കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോവാം വഴിയിൽ. അപ്പം അതുപോലെ രാവിലെ ഓടാനൊക്കെ പോയിട്ട് നമ്മൾ ഭൂമിജ അവിടെ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ. കണ്ണൊക്കെ നിറയുമ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? ഓടുമ്പോൾ കണ്ണാടി വെക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ മോളെ? ഇപ്പോൾ പൊടി വീണിട്ടായിരിക്കും. അതെ അച്ഛാ, അതെ. അച്ഛൻ്റെ അവസ്ഥ ഓർത്ത് ഭൂമിജ പൊട്ടി കരഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഡാൻസ് ക്ലാസ്സിന് പോകണ്ടേ മോളെയും ചോദിക്കുക കേട്ടോ. അപ്പോൾ ഭൂമിജ പറയാം, വേണ്ട അച്ഛാ, ഇനിയിപ്പോൾ ഡാൻസ് ക്ലാസ്സൊക്കെ നിർത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുക. പിന്നെ പറയണ കേട്ടത്തൊന്നും അവൾ വലിയ ഡാൻസ് മാസ്റ്ററാണെന്ന്. എന്തായാലും അരങ്ങേറ്റം കഴിയട്ടെ. നമുക്ക് അരങ്ങേറ്റം എവിടെ വെച്ച് നടത്താൻ ചോദിക്കുക കേട്ടോ. മൂകാംബികയിൽ വെച്ച് നടത്താൻ മോളെ എന്ന് പറയാം കേട്ടോ. മൂകാംബിക പാർവതി ദേവിയല്ലേ അച്ഛാ? അതെ, പാർവതി ദേവിയാ. എനിക്ക് വല്ല പാർവതി എന്ന് വല്ല പേരിട്ടാൽ മതിയായിരുന്നു അച്ഛൻ. എന്തിനാ ഈ ഭൂമിജ എന്ന് പേരിട്ടത്? എടി മോളെ, സീതാദേവിയുടെ പേരാ ഈ ഭൂമിജ. അതെ, ജനകന് ഭൂമിയിൽ നിന്നും കളഞ്ഞു കിട്ടിയതല്ലേ ഭൂമിജ, അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു പേരിട്ടത്. അച്ഛന് എന്നെയും കളഞ്ഞു കിട്ടിയതാണോ എന്നിങ്ങനെ വെറുതെ തമാശയ്ക്ക് ചോദിക്കാട്ടോ. പക്ഷേ അച്ഛനൊന്ന് ഷോക്കായിപ്പോയി. കാരണം ഭൂമിജേനെ കളഞ്ഞു തന്നെയാണ് കിട്ടിയത്. അത് അവൾക്ക് അറിയില്ലല്ലോ. അത് അച്ഛനിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കാരണം ഭൂമിജ വന്ന് പറയാം, സാരമില്ല അച്ഛൻ, പോട്ടെ, തമാശ പറഞ്ഞല്ലേ, നമുക്ക് പോവാം. പഴയ പോലെ തന്നെ ആ ചക്കട വണ്ടിയിൽ കയറുമ്പോൾ തന്നെ ഇത് സ്റ്റാർട്ടാവോ, തള്ളാൻ ആൾ വേണ്ടി വരുമോ എന്നൊക്കെ ഭൂമിജ ചോദിക്കുകയാണ്. ഒന്നുമില്ല മോൾ നോക്കിക്കോ, ഇന്ന് ഈ വണ്ടി സ്റ്റാർട്ടാവും. ഇനി ഈ വണ്ടി നിന്നാൽ ഞാനങ്ങ് പോയിന്ന് നീ വിചാരിച്ചാൽ മതി. ഞാൻ ജീവിതകാലം വരെ ഒരുപാട് നാൾ ജീവിച്ചിരിക്കും, അതുവരെ വണ്ടി ഓടിക്കോളും, നീ നോക്കിക്കോ എന്ന് പറയാട്ടോ. അങ്ങനെ രണ്ടുപേരും വണ്ടിക്കകത്ത് കയറുന്ന പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര സ്റ്റാർട്ടാവണേ. പക്ഷേ ആദ്യത്തെ ഇതിൽ തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോഴാണ് അച്ഛൻ പറയുന്നത്, കണ്ടോടി സ്റ്റാർട്ടായത്, അതുകൊണ്ട് ഇനി അങ്ങോട്ട് എനിക്ക് യാതൊരു പേടിയില്ല, എൻ്റെ ജീവനും ജീവിതവും ഒക്കെ ഇതുപോലെ മുന്നോട്ട് പൊക്കോളൂ എന്ന് പറയുമ്പോൾ ഭൂമിജ പറയാം, അതെ അച്ഛാ, അങ്ങനെ തന്നെ വേണം. ഈ ആത്മധൈര്യം അച്ഛൻ വിടരുത്. അവസാനം വരെ അച്ഛൻ
അച്ഛൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചോളണം, ഈ വണ്ടി ഓടുന്നത് പോലെ തന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് അച്ഛനോട് പറയാട്ടോ. അസുഖവിവരം അറിയില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ഉപദേശിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അജയനെ കാണിക്കട്ടോ. അജയാണെങ്കിൽ വീട്ടിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും സത്യൻ അങ്ങോട്ട് വരുവാണ്. സത്യൻ വന്നോടനെ തന്നെ അജയനോട് പറയുന്ന കാര്യം വെച്ചാൽ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ഒരു ടീ ഷോപ്പ് ഇട്ടേക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ, എന്താ അവളുടെ പേര്? അപ്പോൾ അജയ് പറയാനുണ്ട് അത് ഭൂമിജ എന്ന അവളുടെ പേര്, നല്ല കുട്ടിയാട്ടോ, വെരി സ്മാർട്ട്. പിന്നെ അവളെ വിശ്വസിക്കാനൊന്നും കൊള്ളത്തില്ല, വല്യമാമനെ അറിയാഞ്ഞിട്ടാ, അങ്ങനെയൊന്നുമില്ലടാ, ആ നല്ല കുട്ടിയാണ്. എനിക്ക് ആ കുട്ടിയെ കണ്ടപ്പോഴേ മതി പണ്ട് അമ്മാവൻ്റെ കളഞ്ഞു പോയ ആ ഒരു അനുപമ കുട്ടിയെ പോലെ തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ, അത് പറയാനല്ലേ വന്നേ? അതേടാ. അയ്യോ, അങ്ങനെ അവളെങ്ങാനുമാണ് ഇതെങ്കിലേ ആ അനുഭവം വല്യമ്മാവൻ്റെ മകൾ കളഞ്ഞു പോയത് തന്നെ നല്ലത്. ഇവൾ അഹങ്കാരിയാണ്, വായാടി, തൻ്റെടി അഹങ്കാരി എന്നൊക്കെ ഇങ്ങനെ ഭൂമിജയെക്കുറിച്ച് അജയ് പറയാട്ടോ. അതൊക്കെ പോട്ടെ, ഞാൻ നിന്നോടൊരു കാര്യം സംസാരിക്കാൻ വന്നതാണ്. ഇവിടെ അഞ്ജനയായിട്ട് നിൻ്റെ വിവാഹം ഉറപ്പിക്കുന്ന സംസാരം അറിയാമല്ലോ. ഞാൻ അറിഞ്ഞു വല്യമാമ, എനിക്കത് സമ്മതിക്കാൻ പറ്റത്തില്ല. ഞാൻ അവളെ എൻ്റെ സിസ്റ്റർ പോലെ കണ്ടിട്ടുള്ളത്. പക്ഷേ അവൾ നിൻ്റെ മുറപ്പെണ്ണായിരിക്കാം, എനിക്ക് അവളെ അങ്ങനെ കാണാൻ കഴിയില്ല. പിന്നെ എനിക്കൊരു സ്നേഹവും ഒരു ലവറും ഉണ്ടായിരുന്നെന്ന് അറിയാലോ നയന. അവൾ എന്നെ വിട്ട് പോയെങ്കിലും എനിക്കതൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റില്ല മോനെ. കത്തി അമർന്നു പോയ ഒന്നിനു വേണ്ടി നമ്മൾ കാത്തിരുന്ന് സ്വയം കത്തി തീരരുത്. അതിനേക്കാളും നല്ലത് ഇത് ഇങ്ങനൊരു ജീവിതം തിരഞ്ഞെടുക്കുന്നതല്ലേ. ഇല്ല, എനിക്ക് ആലോചിക്കണം, എനിക്ക് അവളെ മറക്കാനൊന്നും കഴിയില്ല. ശരി, നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് സത്യൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അജയൻ അവിടെ നിന്നും കൊണ്ട് പുറകിലോട്ടൊന്ന് ആലോചിക്കുകയാണ് കേട്ടോ. ആ ലവറെ നയനെന്ന് പറയുന്ന കുട്ടീനെ ആലോചിക്കണം. അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അജയന് എന്തോ കാര്യം പറയാനുണ്ടല്ലോ, എന്തെങ്കിലും എന്നെ പറയാനുണ്ടോയെന്ന് ആ കുട്ടി ചോദിക്കുകയാണ്. കയ്യിലിരുന്നൊരു റോസാപ്പൂ എടുത്ത് വിൽ യു മാരി മീ എന്ന് പറഞ്ഞ് കാണിക്കുക കേട്ടോ. അപ്പം നയന അന്തം വിട്ട് അജയൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ആ ഒരു ഇഷ്ടം പറയുമ്പോൾ തന്നെ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.